ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കടായി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയിലേക്കും പത്തിരിക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ ഞാനിതൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള 2 സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ചോപ്പ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സവോള വഴണ്ടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമയം വഴറ്റി കൊടുത്തപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളീൻ്റെ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ തക്കാളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല നന്നായിട്ട് കുക്കായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 കിലോയിലധികം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഈ മസാലയും ഈ ചിക്കനും കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടായി മസാലേൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് മല്ലി, ചെറിയ ജീരകം, കുരുമുളക്, ഉണക്കമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ മല്ലിപ്പൊടി, മസാലപ്പൊടി അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ 2ാം പാലും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം കേട്ടോ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വേവാനായിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നോക്കിയ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയൊക്കെ നന്നായിട്ട് തിക്കായി അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു കറി തിളപ്പിച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം നമ്മളിതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് കുറച്ചും കൂടി കടായി മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ടേസ്റ്റിനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിനായിട്ടും കുറച്ച് കസൂരി മേത്തിയും കൂടി നമ്മളിതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കറിക്കൊക്കെ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റും ഉണ്ടാകും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളായി ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അധികം മസാലയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.